നമസ്കാരം. റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണം പേടിച്ച് യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ച ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ ബങ്കറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കീവിലെ അമേരിക്കൻ എംബസി അടച്ചിടുമെന്ന് സ്റ്റേറ്റ് കോൺസുലർ അഫയേഴ്സ് എക്സിലെ പോസ്റ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. റഷ്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് കണ്ട എയർ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉടൻ അഭയം പ്രാപിക്കാൻ അമേരിക്കൻ പൗരന്മാരോടും ആവശ്യപ്പെട്ടതായി ദ ഗാർഡിയനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പുറമെ ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളും യുക്രൈനിലെ എംബസി പൂട്ടി പലായനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്താനുള്ള ഏതൊരു നീക്കവും ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യ അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയുടെ ബ്രയാൻസ്ക അതിർത്തി മേഖലയിലെ സൈനിക കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് ലക്ഷ്യമിടാൻ യുക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചതാണ് റഷ്യയെ കടുത്ത നടപടികളിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ ലക്ഷ്യങ്ങൾക്കെതിരെ ദീർഘദൂരായുധങ്ങൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈന് പച്ചക്കൊടി കാട്ടിയതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കുന്നത്. 6 മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ബ്രയാൻസ്ക മേഖലയിൽ യുക്രൈൻ ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ ഇതിൽ 5 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ തകർത്തിട്ടുമുണ്ട്. 6ാമത്തെ മിസൈലാകട്ടെ റഷ്യയ്ക്ക് മേലൊരു പ്രഹരവും ഏൽപ്പിക്കാൻ കഴിയാതെ പൊട്ടിച്ചിതറുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ സ്പെഷ്യലിസ്റ്റുകളാണ് ATACMS എന്ന ഈ ഒരു മിസൈൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള മാർഗനിർദ്ദേശവും ഇത് പ്രവർത്തിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി എന്നാണ് റഷ്യ തുറന്നടിക്കുന്നത്. റഷ്യയുടെ പുതിയ ആണവ നയമനുസരിച്ച് ഈ ഒരൊറ്റ കാരണം കൊണ്ട് അമേരിക്കയെ അനുഭവം വിട്ട് തകർക്കാൻ കഴിയും. ഏത് വിദേശ രാജ്യത്തിന്റെ ആയുധം റഷ്യയിൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കും എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം. അത് റഷ്യ പ്രാവർത്തികമാക്കിയാൽ 3ാം ലോക മഹായുദ്ധത്തിനാണ് തുടക്കം കുറിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയാനിരിക്കെ ജോ ബൈഡനാണ് ലോകത്തെ തീ പിടിപ്പിക്കുന്ന സംഘർഷത്തിന് വഴിമരുന്നിട്ടിരിക്കുന്നത്. റഷ്യയ്ക്കുള്ളിൽ അമേരിക്കൻ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയതും ഇതിന്റെ ഭാഗമാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ ആ നിമിഷം മുതൽ യുക്രൈനിനുള്ള സഹായം നിർത്തലാക്കുമെന്ന ഭയമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ശില്പി കൂടിയായ ജോ ബൈഡന്റെ പ്രകോപനത്തിന് കാരണമായത്. അമേരിക്കൻ ജനതയെ കുരുതി കൊടുക്കുന്ന നീക്കമാണ് ഇത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ബൈഡന്റെ നടപടി കൊലക്കുറ്റമായി കണക്കാക്കണമെന്നാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നത്. ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക വഴി അമേരിക്ക റഷ്യയുമായുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് അമേരിക്കൻ നിയമപ്രകാരം അംഗീകാരം നൽകേണ്ടത് അമേരിക്കൻ കോൺഗ്രസ് ആണ്. എന്നാൽ അത്തരമൊരു അംഗീകാരം ബൈഡൻ നേടിയിട്ടില്ല എന്നും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ അപകടമാണെന്ന വിലയിരുത്തൽ അമേരിക്കയിലും ശക്തിപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ആശങ്കയിലാണ് അമേരിക്കൻ സൈന്യവും ഇപ്പോഴുള്ളത്. റഷ്യ ഏത് രൂപത്തിൽ തിരിച്ചടിക്കും എന്നതാണ് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത്. അമേരിക്കയുടെ വിശ്വാസത്തിൽ അവരോടൊപ്പം ഇസ്രായേൽ കൂടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ ഒരു നീക്കത്തിന്റെ ഭാഗമാകില്ല എന്നാണ് ഈ നിമിഷത്തിൽ കരുതേണ്ടത്. ഇനി പക്ഷേ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചാൽ അത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ഇടയാക്കും. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയെ പോലെ തന്നെ ഇസ്രായേലിനെയും ഇത് സാരമായിട്ടായിരിക്കും ബാധിക്കുക.